സർക്കാർ കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് കോടികളുടെ ധൂർത്ത് നടത്തി വാർഷികം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്ന് സർക്കാരിൻ്റെ 4ാം വാർഷികമാണ്. UDF കരിദിനമായി ആചരിക്കുകയാണ്. 4ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നെന്നുള്ളതാണ്. 4ാം വാർഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. 50 മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേ ആണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം 5 പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മലപ്പുറം നാഷണൽ ഹൈവേ പൊളിഞ്ഞ സംഭവത്തിൽ ഇരു സർക്കാരുകൾക്കും ഏകോപനമില്ല. ഒരു സർക്കാരുണ്ടെന്ന ഫീൽ കേരളത്തിലെ ജനങ്ങൾക്കില്ല. സർക്കാരിന് തീവ്ര വലതുപക്ഷ സ്വഭാവമാണുള്ളത്. ബിന്ദുവിന് നേരിട്ട ദുരനുഭവവും മലപ്പുറം ദേശീയപാത തകർന്നതും സർക്കാരിന്റെ വാർഷിക സമ്മാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് കളിയാക്കി. ഗവൺമെന്റ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിൻ്റെ ഒരു അനുഭവം ഉണ്ടായത്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം. ഹൈവേയുടെ കാര്യത്തിൽ ഇന്നലെ ഇതും ഉണ്ടായി. 4ാം വാർഷികം ഇങ്ങനെയാണ്. 4ാം വാർഷികത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു പൈസ ഖജനാവിൽ ഇല്ലാത്ത സമയത്ത് കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും കൂപ്പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്. വീടിന് ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ബാൻഡ് അംബാസഡറാക്കണം. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കാൻ വിട്ടുകൊടുത്ത മലയോര മേഖലയോട് സർക്കാർ ക്രൂരതയാണ് കാണിക്കുന്നത്. BJPക്ക് ഇപ്പോഴും വർണ്ണ മനോഭാവമാണ്. സർക്കാർ ഖജനാവ് കാലി എന്നത് പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണമല്ലെന്നും എല്ലാ മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടി നടത്തുക. എനിക്ക് അതിനോട് യോജിപ്പില്ല. അയാൾ എന്താ പറയുന്നത്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് പറ്റിയ തെറ്റ് ഇനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞാൽ ചെറുപ്പക്കാരൻ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം. അതല്ലേ ക്യാമ്പയിൻ്റെ ഭാഗം. അല്ലാതെ അയാളെ ഇനി ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ്. BJPയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ളൊരു വിദ്വേഷമാണ് മനസ്സിൽ. നമുക്കങ്ങനെയല്ല. നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആൾ, ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആൾ, അയാൾ ഇതിലകത്ത് പെട്ടുപോയപ്പോൾ നമുക്ക് വിഷമമുണ്ടായി. ചെയ്യാൻ പാടില്ലാത്ത അതിലൊരു വിട്ടുവീഴ്ച കേസിൽ ചെയ്യരുതെന്ന് പറഞ്ഞ ആളായാണ്. രണ്ടാമത് ഫോറസ്റ്റ് അയാളോട് വേറെ ആരോടും പെരുമാറാത്ത രീതിയിൽ ക്രൂരമായി എക്സസ്സായി പെരുമാറി എന്ന് പരാതിപ്പെട്ടവരും നമ്മൾ തന്നെയാണ്. ഒരാഴ്ച 2-3 ആളുകളെ ചവിട്ടിക്കൊല്ലുകയാണ്. കടുവ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ മലയോരത്തെ ജനങ്ങളെ വിട്ടുകൊടുക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. എന്നിട്ട് നിഷ്ക്രിയമായിരിക്കുന്ന സർക്കാർ. അതാണ് പോയിന്റ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ സാധാരണക്കാർ സർക്കാരിൻ്റെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കും. അപ്പം മലയോരത്തെ ജനങ്ങൾ അവർക്ക് സർക്കാരിൻ്റെ ഒരു സാന്നിധ്യം അവരാഗ്രഹിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടോ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ? ഇല്ല. അതാണ് ഞാൻ സർക്കാരില്ലായ്മ എന്ന വാക്കുപയോഗിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.